ഓക്കെ, നമസ്കാരം. ആ ഒരു നിമിഷം എന്ന് പറയും, ഞാൻ ഇവിടെ ഒരു സെക്കൻഡ് ബൈറ്റ് അതായത് ഇവിടെ വരുമ്പോൾ തന്നെ അതൊരു വലിയൊരു ഓണറാണ് എനിക്ക്. ഇത്രയും വലിയ വലിയ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് കാണുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഒരുക്കി തന്ന ചലച്ചിത്ര അക്കാദമിക്കും IFFKയ്ക്കും വളരെ വളരെ നന്ദി. കാരണം കൊച്ചിലെ മുതൽ ഇവര് എല്ലാം കണ്ടു വളർന്നതാണ്, KR വിജയമ്മയും ഒക്കെ. ആൻഡ് അവര് എന്നെ കാണുമ്പോൾ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്, ഫേസ് ഫെമിലിയർ ആണ്, എന്നെ പനീർ പുഷ്പങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇറ്റ്സ് എൻ ഓണർ. സോ താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. ബിക്കോസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമുക്കെല്ലാം കാണാനും ഇവരെല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മുടെ പഴയകാല താരങ്ങൾ അല്ലെങ്കിൽ നടിമാരെന്ന് നാടത്തിന് പോലുള്ള ആൾക്കാരെയൊക്കെ വെച്ച് ആദരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു സമൂഹത്തിന് ഇതിലിപ്പോ അതായത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ. സോ അതൊരു വലിയ കാര്യമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്തു എന്നൊരു ഫീൽ വരുന്നുണ്ട്. ഒരുപാടില്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു അച്ചീവ്മെന്റ് നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ ത്രൂ ദ ഇൻഡസ്ട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആൾക്കാർ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഒരു സന്തോഷം. ആൻഡ് ഇങ്ങനെ ഒരു ഇതിൽ ആദരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കൊരു ബഹുമാനമാണ്. ഗവൺമെന്റ് ഓഫ് കേരള ഒരു ഇനീഷ്യേറ്റീവ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അല്ല, ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അവര് ഓൾറെഡി ഭാഗ്യലക്ഷ്മിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു 15th ഡേറ്റ് മാറ്റി വെക്കണം, കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം എന്ന് പറഞ്ഞു. സോ ഹെസിറ്റേറ്റ് ചെയ്തില്ല, തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞ് അങ്ങനെ എത്തിയതാ. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുണ്ടെന്ന്. എന്താ വെച്ചാൽ കുറേ കാലങ്ങൾക്ക് ശേഷം കുറേ ആൾക്കാർ നമ്മൾ വർക്ക് ചെയ്തതും വർക്ക് ചെയ്യാത്തതുമായിട്ടുള്ള ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ആൻഡ് ഓൾസോ ഇപ്പം ശാന്തികൃഷ്ണൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പം അവരെയും കാണാൻ പറ്റി. ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്, എന്നാലും പക്ഷേ ഇങ്ങനെ ഒരു ചടങ്ങാകുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഒരു വലിയ നല്ല കാര്യം തന്നെയാണിത്. വെച്ചാൽ ഇത്രയും പേരെ മറക്കില്ല ഒരിക്കലും എന്നുള്ളൊരു ടാഗ് വെച്ചിരിക്കുന്നുണ്ട്. സോ ഇവരൊക്കെ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസും ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരോടൊപ്പം നമ്മൾക്കും ഒരു വന്ന് കൂടാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സോ ഒരു കൂട്ടായ്മ സിനിമ എന്ന് പറയുന്നത് ഒരു ഫാമിലി പോലെയാണല്ലോ. അപ്പോൾ അതിൽ വന്ന് ഇങ്ങനെ ഒരു ചാൻസ് വന്നു എന്ന് പറയുന്നത് വളരെ ഹാപ്പിയാണ്. താങ്ക് യു. എന്ന് വെച്ചാൽ I've seen artists now who have worked in 1940s, 50s, 60s, 70s. ആൻഡ് ഓഫ് കോഴ്സ് ഞങ്ങൾ 80s ആണ്. ആൻഡ് വളരെ സന്തോഷമുണ്ട്. ഇത് ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഒന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എല്ലാ സീനിയർ ആർട്ടിസ്റ്റും കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓർമ്മകൾ, യെസ്, ഓൾ ദി പ്ലസന്റ് മെമ്മറീസ് ഓഫ് കേരള. I really remember Director Bharathan, Mr. Padmarajan, KPSC Lalita ചേച്ചി, നെടുമുടി വേണു. Yes. And of course நிறைய co-artists who worked, like I paired with Ratish, I paired with Nazir sir, I paired with Sukumaran sir, I paired with Nedumudi, Pratap Pothan. ഇതൊക്കെ ഇല്ല അപ്പോൾ. അത് എനിക്ക് I feel very sad about it, but I'm happy to be here anyway. Thank you.